ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് വേവിച്ചിരി കൂടിയത്, ഇച്ചിരി കൂടുതൽ വേവുള്ളത്, പെട്ടെന്ന് വേകുന്നത്. ഇപ്പോൾ കൂടിയതിൽ നമ്മൾ ചേമ്പുണ്ട്, ചേനയുണ്ട്, ഉരുളൻകിഴങ്ങ്, ഞാനിച്ചിരി ചീനിയും കൂടെ ഇട്ടിട്ടുണ്ട്. ചീനി സാധാരണ ഇടാറില്ല. കുമ്പളങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, സവാള, പച്ചമുളക്, ഇത്രയും ആദ്യമായിട്ട് നമ്മൾ ഇടുന്നതാണ്. പിന്നെ രണ്ടാമത് ഇടുന്നതാണ് വേവ് കുറഞ്ഞത്. അതിൽ മുരിങ്ങാക്കോല്, വഴുതനങ്ങ, തക്കാളി, അച്ചിങ്ങ, വെണ്ടക്ക, ക്യാരറ്റ്. അപ്പോൾ ഇതിൽ പുളി നമുക്കിതൊക്കെ കൊണ്ട് മതിയാകും മിക്കവാറും. പിന്നെ പോരാങ്കിൽ നമ്മൾ ഏറ്റവും എൻഡിൽ ഇച്ചിരി തൈര് ഒഴിച്ചു കൊടുക്കും. അത് ഏറ്റവും എൻഡിൽ അതൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളപ്പിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഇത്രയാണ് കഷ്ണങ്ങൾ. ഇനി നമ്മൾ അരപ്പിൻ്റെ ഒരു ഘടകമാണ്. അതിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങാ ചിരണ്ടിയത്, വേപ്പല, ഇത്രയാണ് അതിൻ്റെ അകത്ത് വേണ്ടത്. ഇനി നമ്മൾ അഡീഷണലായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ വേവ് കൂടിയ പച്ചക്കറികൾ ഒരു വലിയ കടായി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പില അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ പച്ചക്കറികൾ അതിലിട്ട് ആദ്യം ഒന്ന് തിളക്കും വരെ, എണ്ണ ശരിക്കും ചൂടാവും വരെ ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് സിമ്മിൽ വേവിക്കുക. നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് തീ കൊടുത്തിരിക്കും. ഇനി 2-3 തണ്ട് വേപ്പില അതിലോട്ടിടുക. ഇനി അതിലേക്ക് ഈ വേവ് കൂടിയ പച്ചക്കറികൾ, സവാള, പച്ചമുളക് അറ്റമൊന്ന് പൊളന്നിട്ട്, എന്നിട്ട് ഇവനൊന്ന് ചിക്കി കഴിഞ്ഞിട്ട് സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കുമ്പളങ്ങയുടെ അകത്തുനിന്നും വെള്ളരിക്കായുടെ അകത്തുനിന്നും പിന്നെ സവാളയുടെ അകത്തുനിന്നും ഒക്കെ വെള്ളം തന്നെ ഇറങ്ങി വരും. അതിൽ കിടന്ന് ഇവൻ വെന്തോ. അപ്പോൾ ആദ്യം സിമ്മിലിടുക, മൂടി വെക്കുക. അപ്പോൾ ഇതിനെ തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പിടുക. നമ്മളിപ്പോൾ തൽക്കാലം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. അപ്പോൾ ചേനയും ചീനിയൊക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബാക്കി വേവ് കുറഞ്ഞ പച്ചക്കറികൾ ഇടുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവ് കുറഞ്ഞ പച്ചക്കറികൾ നമ്മളെ ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് സംഗതിയൊക്കെ വെന്തോളും. പക്ഷേ ഈ ഒന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മളാ അരപ്പൊന്ന് ഇത് ഒതുക്കുക പാടുള്ള, അല്ലാതെ ഭയങ്കരമായിട്ടങ്ങ് എന്നാണ് മഷി പോലെ അരക്കുകയൊന്നും ചെയ്യരുത്. ഒന്ന് ഒതുക്കിയെടുക്കുക. ഇനി നമ്മൾ അരപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ടിട്ട്, എന്നിട്ട് കഷ്ണമൊക്കെ അതിൻ്റെ പുറത്ത് തട്ടി പൊത്തി വെക്കുക. സിമ്മിലിട്ട് മൂടി വെക്കുക, വേവിക്കുക. ഇതിൻ്റെ കഷ്ണത്തിൻ്റെ കാര്യം ഇനി ഇതിൻ്റെ അകത്ത് വേണേൽ പച്ചക്ക ഒരു മസ്റ്റായിരുന്നു. പക്ഷെ പച്ചക്ക ഉച്ചക്ക് തിരക്കിയപ്പോൾ കിട്ടിയില്ല. പച്ച ഏത്തക്ക. പുളിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഈ തൈര് ഒഴിക്കുക, ഇല്ലെങ്കിൽ ഈ പരുവത്തിൽ മാങ്ങ ചെത്തിയിടും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി പുളിയുള്ള തൈരാണ്, അത് കാരണം ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി 2 കാര്യങ്ങൾ. ഒന്ന് പുളി നോക്കണം. ടൊമാറ്റോയുടെ പുളി മതിയെങ്കിൽ അത് മതി. അതല്ല ഇച്ചിരി തൈര് കൂടെ ഒഴിക്കണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനം ഉപ്പ് നോക്കണം. ഉപ്പും പുളിയും ഇച്ചിരി കൂടെ വേണം. അപ്പോൾ ഇതൊരുമാതിരി പുളിയുള്ള തൈരാണ്. കുറച്ചൊഴിക്കും. തൈര് ഒഴിക്കുന്ന ഏറ്റവും അവസാനം ഉപ്പ് കുറച്ചിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്നുകൂടെ നോക്കും. കറക്റ്റ് ഉപ്പ് കറക്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. തൈര് ഒഴിക്കുക, ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഉടൻ ഓഫ് ചെയ്യുക. ആഹാ, നല്ല
കുഴ എന്നുള്ള അവിയൽ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. തീ ഓഫ് ചെയ്യണം. തൈര് ഒഴിച്ച് കഴിഞ്ഞ് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.